ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നല്ലൊരു അടിപൊളി ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പോലെ ബട്ടറും ഷുഗറും കൂടെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിൽ ഒരു മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് 1/8 ടീസ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നേരം ഇപ്പോൾ ഞാൻ മിക്സിയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സി ഓണായിരിക്കുമ്പം തന്നെ നമുക്കിതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മയോണീസെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ മിക്സി ഓണായി മുകളിൽ കൂടെ കുറേശ്ശെയായിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്, ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഓയിൽ മുഴുവൻ ഞാനിപ്പോൾ ഒഴിച്ച് തീർന്നു. അപ്പോൾ ഓയിൽ ഒഴിച്ച് തീർന്നതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റായി, നമുക്കിത് ഒന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും ഓയിലെല്ലാം കൂടെ നന്നായിട്ട് ക്രീമി ആയിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമുക്ക് ഈ മുട്ടയുടെ മിക്സ് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ പുറത്തെ തൊലി ചുരണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഇത് ചേർത്തില്ല എന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കോൺഫ്ലവർ, പിന്നെ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് നമുക്ക് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ അത് കൂടാതെ നോക്കുക, ഒരു നുള്ളു മതിയാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ആദ്യം നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടാകും, പക്ഷേ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വരും. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ഈ മിക്സിനെ നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽട്ടൻ്റെ ഓപ്പൺ സ്റ്റാർ 4B എന്ന് പറഞ്ഞ ടിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് ഏകദേശം അങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്കാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് 2ആയിട്ട് നടുവിലേക്കൂടെ ഒന്ന് മടക്കിയിട്ടുണ്ട്. അതിനെ ഒന്നും കൂടെ നടുവിലേക്കൂടെ മടക്കുക, എന്നിട്ട് അതിൻ്റെ ടിപ്പിലൊരു V ഷേപ്പിൽ കട്ടുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4B ടിപ്പിൻ്റെ പോലെ ഒരു ഡിസൈൻ കിട്ടും. നമുക്കിപ്പം വിൽട്ടൻ്റെ ആ ടിപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ യൂസ് ചെയ്താലും നമ്മുടെ ബിസ്ക്കറ്റിന് ഒരു ഷേപ്പ് കിട്ടും. നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ പൈപ്പിംഗ് ബാഗിലെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷെല്ലിൻ്റെ ഷേപ്പിലാണ് പൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 45 ആംഗിളിൽ ചെരിച്ച് പിടിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് പ്രഷറിൽ ഒന്ന് പൈപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ പ്രഷർ റിലീസ് ചെയ്തിട്ട് ഒന്ന് ബാക്കോട്ടേക്ക് വലിച്ചെടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഷെല്ലിൻ്റെ ഷേപ്പ് കിട്ടും. ഞാനിപ്പം സൂം ചെയ്തിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് കുറച്ചധികം പ്രസ് ചെയ്തിട്ട് ഒന്ന് പൈപ്പ് ചെയ്യുക, പിന്നെ പ്രഷർ റിലീസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചെടുക്കാം. നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. നമുക്കെല്ലാം ഇതുപോലെ പൈപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളൊരു ബേക്കിംഗ് ട്രേ നിറച്ചും ഇത് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ അവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അവനില്ലാത്ത അടുപ്പിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു കേക്ക് ട്രേൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയാവും. അപ്പം നമുക്കിത് അവനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അടുപ്പിൽ വെച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഒരു പാനിൽ ഉപ്പ് അടിയിൽ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒരു നല്ല അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് നമുക്കൊരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഒരു സ്റ്റീലിൻ്റെ റിങ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ അലൂമിനിയം ഫോയിലിനെ കൊണ്ടൊരു റിങ് പോലെ ആക്കിയിട്ട് ഞാൻ നടുവിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയാലും മതി. നമുക്കിതിനൊരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ ആ പാത്രത്തിനകത്ത് ചൂട് കുറേ നേരം നമുക്കത് അതേ ചൂടിൽ നമുക്ക് നിൽക്കും. അപ്പോൾ നമ്മുടെ എല്ലാം നന്നായിട്ടൊന്ന് ബേക്കായിട്ട് വരും. അതിനാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലാതെയും ചെയ്യാവുന്നതാണ്. നമ്മൾ 10 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കുക്കി നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. ബിസ്ക്കറ്റ് നമ്മൾ കെയർഫുള്ളായിട്ട് കൈ പൊള്ളാതെ ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വയ്ക്കുമ്പം ഫുള്ളി എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം. അപ്പോൾ ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പേപ്പർ വെച്ച് അടച്ചു വെച്ചിട്ട് ഒട്ടും എയർ പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ അടച്ചു വയ്ക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു 18 മിനിറ്റ് 18 to 20 മിനിറ്റ് അപ്പോൾ ഇടയിൽ നോക്കണം. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അവലിൽ വെച്ച കുക്കി നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ് കറക്റ്റ് 15 മിനിറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ കുക്കി ആയതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച കുക്കി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ച കുക്കി അടിയിൽ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. മുകളിൽ നമ്മൾ അവനിൽ വെച്ചാൽ മാത്രമേ അത് മുകളിലും കൂടെ ബ്രൗൺ കളർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ടേസ്റ്റൊക്കെ നമ്മൾ നന്നായിട്ട് വരും, നന്നായി പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ മുകളിൽ നമ്മൾ ബ്രൗൺ കളർ ഈ അടുപ്പത്ത് വെച്ച കുക്കിയിൽ ആവില്ല, ഇത്ര അടിയിൽ മാത്രമേ ആവുള്ളൂ. നമ്മൾ ഈ കുക്കിയും 18 മിനിറ്റിൽ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. നമ്മൾ അവനിൽ വെച്ച കുക്കിയും അവനില്ലാതെ വെച്ച കുക്കിയും ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നോക്കുകയാണെങ്കിൽ മോൾ ഭാഗത്തെ കളറിൽ മാത്രം കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ട് നല്ല ക്രഞ്ചി ബിസ്ക്കറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ അവനിൽ വെച്ച കുക്കിയിൽ മോൾ ഭാഗത്ത് ബ്രൗൺ കളർ ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിന്. നമുക്കിനി ഇതിനകത്ത് ഫില്ലിംഗ് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നടുവിൽ ചെറുതായിട്ട് ഇത്തിരി ബട്ടർ ക്രീം ആക്കിയിട്ട് നമുക്ക് 2 ബിസ്ക്കറ്റ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു ഷെല്ല് പോലെ ഡിസൈൻ കൊടുക്കാം. അപ്പം ബട്ടർ ക്രീമിൻ്റെ റെസിപ്പി എൻ്റെ 5 മിനിറ്റിൻ്റെ കേക്കിലും പിന്നെ ക്രിസ്മസ് റീത്തിൻ്റെ കേക്കിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാനിത് ഇവിടെ പറയണില്ല. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കുവാണെങ്കിൽ അതിനകത്ത് റെസിപ്പി ഉണ്ടാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിമ്പിൾ ബട്ടർ ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ്, ന്യൂട്ടല്ല അല്ലെങ്കിൽ സിമ്പിളായിട്ട് ജാം മതിയെങ്കിൽ അത്, പിന്നെ അല്ലെങ്കിൽ കാരമൽ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് ചൂസ് ചെയ്യാം. നമ്മളെല്ലാ ബിസ്ക്കറ്റും അങ്ങനെ ബട്ടർ ക്രീം ചേർത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചോക്ലേറ്റ് സോസിൽ മുക്കിയിട്ട് കുറച്ച് പിസ്തേനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാംസ് ചോക്ലേറ്റ്സ്, അപ്പോൾ ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ആയാലും ഡാർക്ക് ചോക്ലേറ്റ് ആയാലൊന്നും കുഴപ്പമില്ല. അപ്പം ഞാനത് ഒരു മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ മൈക്രോവേവിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ടായാലും അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടായാലും ഒന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. ക്രീമൊന്നും ചേർത്തിട്ടില്ല, വെറുതെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താണ്. പിന്നെ കുറച്ച് പിസ്താഷ്യോ, അതായത് 2 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടിയുണ്ട്. നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ഈ നേർത്ത ഭാഗം ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ അതിൽ പിസ്താഷ്യോ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ നേർത്ത ഭാഗം ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുക, പിന്നെ കുറച്ച് പിസ്താഷ്യോ കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ബിസ്ക്കറ്റും നമുക്ക് അങ്ങനെ ചെയ്യാം. ചോക്ലേറ്റ് കൊണ്ട് കോട്ട് ചെയ്ത് പിസ്ത കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളെല്ലാ കുക്കീസും നമ്മളങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.